താമര വിരിയിച്ച തൃശൂരുകാരുടെ സഹായത്തോടു കൂടി കേരളത്തിലെ ആദ്യ BJP MP ആയി മാറിയ സുരേഷ് ഗോപി സാർ കേരളത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും തൃശൂരുകാർക്ക് ഇപ്പോൾ അദ്ദേഹം ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. പുലിക്കളിക്ക് വേണ്ടിയും വള്ളംകളിക്ക് വേണ്ടിയും മുല്ലപ്പെരിയാർ വിഷയത്തിലും എല്ലാം അദ്ദേഹം ഇടപെടുന്നുണ്ടെങ്കിലും ആളെ തൃശൂർ മണ്ഡലത്തിൽ കാണാനില്ല എന്നാണ് തൃശൂരുകാരുടെ പരാതി. ഇനി ആളെ കണ്ടുകിട്ടിയാൽ തന്നെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ മാത്രമാണല്ലോ അവർക്ക് തൃശ്ശൂരിന്റെ കാര്യം ചോദിക്കാൻ സാധിക്കുന്നത്. അതാണല്ലോ സുരേഷ് ഗോപി സാറിന് ഇഷ്ടവും. പക്ഷെ തൃശ്ശൂരിലേക്ക് വരാത്ത സുരേഷ് ഗോപിയോട് എങ്ങനെയാണ് പിന്നെ ആ മണ്ഡലത്തിലുള്ളവർ പരാതി പറയുക, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തോട് മുന്നോട്ട് വെക്കുക എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ തൃശ്ശൂരുകാർക്ക് ഇപ്പോൾ സുരേഷ് ഗോപി ഒരു അസൗകര്യവും അസ്വസ്ഥതയും മാത്രമായി മാറിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് നമുക്കൊന്ന് ചുരുക്കത്തിൽ നോക്കാം. കേരളത്തിൽ താമര വിരിയിക്കുക മാത്രമല്ല, കേരളത്തിൽ നിന്നും ഒരു കേന്ദ്ര സഹമന്ത്രിയെ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം നമുക്ക് സമ്മാനിച്ചത്. വളരെ പ്രതീക്ഷയോടുകൂടി തൃശ്ശൂരുകാർ വിജയിപ്പിച്ചു വിട്ട സുരേഷ് ഗോപിയെ എന്നാൽ മണ്ഡലത്തിൽ ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ലെന്നാണ് തൃശ്ശൂർ ലെഗഡികൾ പറയുന്നത്. സ്വന്തമായി ഓഫീസ് തുറന്നാകും പ്രവർത്തനം എന്നാണ് സുരേഷ് ഗോപി അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ MP-യും കേന്ദ്രമന്ത്രിയുമായി ചുമതലയേറ്റ 3 മാസം കഴിഞ്ഞെങ്കിലും ഇതുവരെയും ഈ കേന്ദ്രമന്ത്രിക്ക് സ്വന്തം ജില്ലയിൽ ഒരു ഓഫീസ് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പേഴ്സണൽ സ്റ്റാഫ് മാത്രമാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു മുറിയിൽ ഇപ്പോഴും ഉള്ളത്. തിരക്ക് കൂടിയതോടുകൂടി കേന്ദ്രമന്ത്രിയെ കാണാൻ കിട്ടുന്നില്ല എന്നാണ് മറ്റൊരു പരാതി. കണ്ടുകഴിഞ്ഞാലും പരാതി പറയൽ അസാധ്യമാണ്. ഇതോടുകൂടി ജയിപ്പിച്ചുവിട്ട ജനങ്ങൾക്കിടയിൽ തന്നെ എതിർസ്വരങ്ങൾ ഉയർന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വരുന്നത് തന്നെ കുറവാണെന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് കേന്ദ്രമന്ത്രിയെ കാണാനുള്ള അവസരങ്ങളുമില്ല. മാധ്യമങ്ങളെ വലിയ രീതിയിലാണ് അദ്ദേഹം എതിരാക്കി വെച്ചിരിക്കുന്നത്. വ്യാപകമായ പരാതികളാണ് ഈ കേന്ദ്രമന്ത്രിക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മുൻപോട്ടുള്ള പ്രയാണത്തിൽ സുരേഷ് ഗോപിക്ക് ദോഷം ചെയ്യുമെന്നതും തീർച്ച തന്നെ. ഒപ്പം തന്നെ BJP-യും സുരേഷ് ഗോപിയും രണ്ടു വഴിക്കാണ് എന്നതാണ് മറ്റൊരു കാര്യം. നിലവിൽ കേന്ദ്രമന്ത്രിയും പാർട്ടിയും രണ്ടു വഴിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തമായ അഭിപ്രായങ്ങളും രീതികളുമാണ് സുരേഷ് ഗോപിക്കുള്ളത്. പാർട്ടിയുടെ ചട്ടക്കൂടിൽ ഒതുങ്ങാത്തതാണ് ഈ പ്രകൃതവും. എന്നാൽ ഇത് പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ജില്ലാ നേതൃത്വത്തിൽ വലിയ വിഭാഗത്തിന് ഇതിൽ പ്രതിഷേധമുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം വലിയ ഘടകമാണെങ്കിലും പാർട്ടിയും കഠിന പ്രയത്നം നടത്തിയത് നേതാക്കൾ വിരൽ ചൂണ്ടുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും യോജിച്ചു പോയത് കൊണ്ടാണ് തൃശ്ശൂരിൽ ജയിക്കാൻ കഴിഞ്ഞതെന്നാണ് അവർ പറയുന്നത്. കേന്ദ്രമന്ത്രി പ്രതീക്ഷകൾക്കൊത്ത് ഉയരണമെന്നാണ് പാർട്ടിയിൽ നിന്നും ഉയർന്നു വരുന്ന ആവശ്യം എന്ന് പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെങ്കിൽ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ പ്രകടനം തിളക്കമുള്ളതാകണം. ഈ തിളക്കം നിലവിലെ പ്രവർത്തനങ്ങളിൽ ഇല്ല എന്നാണ് BJP ജില്ലാ നേതൃത്വം തിരിച്ചറിയുന്നത്. തൃശൂർ ലോക്സഭാ സീറ്റിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ ഒഴിച്ച ഇടതുകോട്ടകളായ 6 നിയമസഭാ മണ്ഡലങ്ങളിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയത് സുരേഷ് ഗോപിയും BJP-യുമാണ്. ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് K മുരളീധരന് ഭൂരിപക്ഷം ലഭിച്ചത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം പാർട്ടിക്ക് ഫലപ്രദമാക്കണമെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കണം എന്നതാണ് വാസ്തവം. നിലവിലെ അവസ്ഥയിൽ ഇത് സാധ്യമാകുമോ എന്ന ചോദ്യമാണ് BJP-യുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രശ്നം നോക്കാം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമങ്ങൾക്കെതിരെ കേസ് എടുത്തിരിക്കുകയാണ് പോലീസ്. 3 ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വേണുരാജിനെ ഭീഷണിപ്പെടുത്തി തള്ളി മാറ്റി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ വെച്ച് മാധ്യമപ്രവർത്തകർ മാർഗ തടസ്സം സൃഷ്ടിച്ചെന്നാണ് സുരേഷ് ഗോപി പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കേന്ദ്ര സർക്കാരും വിവരങ്ങൾ തേടുന്നുവെന്നാണ് വിവരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. മന്ത്രിക്കും മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും സുരക്ഷ കൂട്ടാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം മുൻ MLA അനിൽ അക്കരയുടെ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെയും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ സിറ്റി SP-യുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആവശ്യമെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുക്കുമെന്ന് SP അറിയിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രിക്കെതിരായ അന്വേഷണത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്.